ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ഫുഡ് ഉണ്ടാക്കൽ ഡേ ആണ്. അതായത് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ഞങ്ങൾക്ക് ക്ലാസ് ഇന്ന് കണ്ടിന്യൂ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ബോയ്സ് ഹോസ്റ്റലിൽ പോയിട്ട്, അതായത് ബോയ്സ് താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മളൊരു മോര് സോഡ വെച്ചു. അപ്പോൾ ഇതാണ് ആ കട, ഇതാണ് ആ കട. ഈ ഒരു ചൂടത്ത് അങ്ങനെ ഒരു അടിപൊളി ആ ഒരു വെള്ളം കുടിച്ചപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഇതാണ് അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് ബാക്കിലായത്, ബാക്കി എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഇതാണോ ഗൈസ്? ഇതല്ല ഇത് തന്നെയാണ് ഗൈസ് നമുക്ക് പോകേണ്ട വഴി. അപ്പോഴേക്കും നേരത്തെ എത്തിയവർ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഇരിപ്പാണ്. നമ്മുടെ ബോയ്സ് പാവം കുട്ടികളാണ് പണിയെടുത്തത്. ബാക്കി എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. ഇതാണ് അവരുടെ റൂമെന്ന് പറയുന്നത്. നല്ല അടിപൊളി സെറ്റപ്പാണ്. എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നു ഞങ്ങൾ വരുന്നത്. അതിൻ്റെ ഒരു വൃത്തിയാണ് കാണാനുള്ളത്. പിന്നെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ റൂം അത്ര ശ്രദ്ധിക്കേണ്ട ഗൈസ്. പിന്നെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ 2-3 നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ വന്നിട്ട്, അല്ലെങ്കിൽ ഗേൾസ്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി വേണമെങ്കിൽ പറയാം. പിന്നെ യൂനോ കളിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മുടെ മെയിൻ കുക്ക് നമ്മുടെ സജൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയുടെ നേരെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം തപ്ഷിയാണ് ചിക്കൻ പൊരിക്കുന്ന ചടങ്ങിലേക്ക് പോയത്. ഷിഫാനായിട്ട് അരി കഴുകുന്നത്. പിന്നെ എന്താ വെച്ചാൽ 5 ചെറുതായിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കൽ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ സജൽ തന്നെയാണ്. പിന്നെന്താണ്, സജൽ വീണ്ടും അരി ഇടുന്ന, അല്ലെങ്കിൽ അരിയുടെ പാകം നോക്കുകയാണ്, വെള്ളം എത്ര വേണം എന്നൊക്കെ നോക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി, വീട്ടിനടുത്തുള്ള കുട്ടി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. ഈ കുട്ടി എല്ലാവർക്കും എല്ലാ സാധനവും തരുന്നത്. നല്ല ക്യൂട്ടാണ് കുട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു എത്ര നേരം ഇനി അരി വേവുന്നേ നോക്കിയിരുന്ന കാര്യമില്ല, നമുക്ക് ചിക്കൻ പൊരിക്കുന്ന അങ്ങോട്ടേക്ക് പോകാം. അതാകുമ്പോൾ നമുക്ക് ഇടക്കയിരുന്ന് കഴിഞ്ഞിട്ട് വരാമല്ലോ. ഇപ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തപ്ഷിയും സനിയും ഒക്കെയാണ് ചിക്കൻ പൊരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ റൈസുമായി സജലെത്തിയിട്ടുണ്ട്. റൈസൊക്കെ വെന്ത് വന്ന് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, പറയണമല്ലോ. സജലൊരു അടിപൊളി കുക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ ദമ്മിടുന്ന ചടങ്ങിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗിർഷാദ് കൈ കൊണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദമ്മിടുന്നതാണ് കേട്ടോ. ആദ്യം ചിക്കനൊക്കെ വെച്ച് പിന്നെ അതിന് ശേഷം എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ നന്ദിത എന്താണ് ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പക്ഷേ രസമുണ്ടല്ലേ. പിന്നെ ദമ്മിടാൻ നമ്മൾ കനൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ പുക വരുന്നുണ്ട് ഗൈസ്. ഇതാണ് പുക സോറി ഗൈസ്. പിന്നെന്താണ്, അതിനുശേഷം നന്ദിത തന്നെയാണ് സാലാഡ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കുക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഷെഫിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കേൾക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്കറിയണമല്ലോ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. പിന്നെന്താണ്, അതിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിച്ചപ്പോൾ ഇതിപ്പോൾ പുക വരും ഗൈസ്. കണ്ടോ, അടിപൊളിയല്ലേ? പുക നന്നായിട്ട് വന്നു, നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെ ഇരിക്കണം, എങ്ങനെ പായ ഇടണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. അഞ്ചി പറഞ്ഞു തല തിരിച്ചിടാൻ എന്നാലേ സ്ഥലം ഉണ്ടാകുന്നു. അപ്പോൾ ഇർഷാദ് പറഞ്ഞു അത് വേണം അഞ്ചി, ഇത്ര പേർക്ക് ഇരിക്കാനല്ലേ. ലാസ്റ്റ് ആദ്യം വെച്ച പോലെ തന്നെ വെച്ച് പിന്നെ എല്ലാവരും ഇരുന്ന്. ഇതാണ് 5 കേട്ടോ സപ്ലയർ. ആദ്യം പ്ലേറ്റ് കയ്യിൽ തന്നെങ്കിലും തിരിച്ച് വാങ്ങി ഫില്ല് ചെയ്തതിന് ശേഷം രണ്ടാമത് തരികയാണ് ഉണ്ടായത്. മന്തി വന്നു ഗൈസ്. അപ്പോൾ സലാഡും മയണൈസും ചിക്കനും എല്ലാം ആയി നമ്മുടെ മന്തി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് സ്പ്രൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇരുന്ന് ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു. എല്ലാവർക്കും കഴിച്ചതിന് ശേഷം നല്ല വിശ്രമം ആവശ്യമായിരുന്നു. അപ്പോഴും ആൺകുട്ടികൾ തന്നെയാണ് ഗൈസ് പണിയെടുക്കുന്നത്. പിന്നെ പെൺകുട്ടികൾ എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞും ഞങ്ങൾ കുറച്ച് നേരം യൂനോ കളിച്ചു. ഇതെത്ര പേര് കളിച്ചിട്ടുണ്ട് ഗൈസ്, നല്ല അടിപൊളി കളിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ശരിക്കും ഒരു അടിപൊളി ഡേ ആയിരുന്നു.